ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ സേ എക്സാമിൻ്റെ വീഡിയോസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. സേ എക്സാമിൻ്റെ ട്യൂഷൻ ഇല്ലാട്ടോ, നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. സോ സമയം ഒട്ടും വൈകിക്കുന്നില്ല. ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 1 നിന്ന് നമുക്ക് സേ എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എന്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് വിത്ത് എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഓരോ ചാപ്റ്ററിനെയും ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക. ഇനിയാണെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുക, വീഡിയോസ് കാണാൻ പഠിക്കുക. ഷുവർ നിങ്ങൾക്ക് 14 മാർക്സ് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് +2 പാസ്സാകാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആദ്യത്തെ പാഠമാണ്. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ അതിൻ്റെ എക്സാമിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റും. അതിൽ ഞാൻ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചാൽ മതി, എന്നിട്ട് അത് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് എഴുതിയാൽ മതി. കാരണം മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് സെയിം തന്നെയാണ് വരുന്നത്. സോ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു ക്യാപ്സ്യൂൾ ക്ലാസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വലിച്ചു വാരി അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും സ്പീഡിൽ കുറച്ച് സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കുറയ്ക്കാൻ. അപ്പോൾ അതൊരു സ്പീഡ് കുറച്ച് നിങ്ങൾ പതിയെ കണ്ടോളാം. ഇനി സ്പീഡ് കുറവാന്ന് തോന്നുന്നൊരു സ്പീഡ് കൂട്ടിയിട്ട് കണ്ടോളാം. പെട്ടെന്ന് നമുക്കിത് പരിപാടി തീർക്കണം. നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോയിലും അത് തന്നെയാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം പല വ്യക്തികളും സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടായിരിക്കും ജോലി ചെയ്യുക. അങ്ങനെ ജോലി ചെയ്താൽ റിസൾട്ട് ഉണ്ടാവോ? ഇല്ല. ഇതിനെ എല്ലാത്തിനും ഒന്നിപ്പിക്കണമല്ലോ. അതിനാര് ഹെൽപ്പ് ചെയ്യും? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം മാനേജറുടെ എപ്പോഴും എയിം എന്തായിരിക്കും? പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഉൽപാദനക്ഷമത കൂട്ടുക, ചിലവ് കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ട് ബെറ്റർ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫും ഡയറക്റ്റിംഗ്, കൺട്രോൾ എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. സോ അതിലൂടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. എന്ത് മാറ്റം വന്നാലും ആ മാറ്റത്തിനോട് ഉൾക്കൊണ്ട് പോകുന്ന ഒരു വർക്ക് ഫോഴ്സിന് ആ സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റ് റെഡിയാക്കി വയ്ക്കും. അതുകൊണ്ട് തന്നെ എന്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെയും അത് വലിയ രീതിയിൽ ബാധിക്കാതെ ആ മാറ്റങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഗോൾസ് ഉണ്ടാകും. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സ് ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിലൂടെയും പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതിലൂടെ എല്ലാം എന്താ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ ഓർഗനൈസേഷണൽ, സോഷ്യൽ, പേഴ്സണൽ എന്ന് പറഞ്ഞ് 3 തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേതാണ് സർവൈവൽ. എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് പോകണം, അല്ലേ? മാർക്കറ്റിൽ സർവൈവ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ലക്ഷ്യം? പ്രോഫിറ്റ് ഉണ്ടാക്കണം. ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, ഗ്രോത്ത് ആണ് അവിടെ ലക്ഷ്യം വരാം. അതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ മുന്നേ പറഞ്ഞ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുക, അതൊക്കെ തന്നെ. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അത് തന്നെ, അതായത് ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ നീഡ്സ് അച്ചീവ് ചെയ്യാനും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ലെവൽസിന് നമുക്ക് 3 തരം തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ വരുന്നതാണ് ഒരു ഓർഗനൈസേഷനിലെ ഹെഡ്സ്. അതിൽ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഫിനാൻസ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ജനറൽ മാനേജർ, MD, മാനേജിംഗ് ഡയറക്ടർ, പ്രസിഡന്റ്, ഇവരൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്താ? മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക, ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്ലാൻസും പോളിസീസും ഉണ്ടാക്കുക, ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിക്കുക, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യുക, പുറത്തുനിന്നുള്ള ആളുകൾ, ഗവൺമെൻറ്, വർക്കേഴ്സ്, ഓർഗനൈസേഷൻ, മീഡിയ, ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാം.
രണ്ടാമത് വരുന്നതാണ് മിഡിൽ മാനേജ്മെന്റ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഡിവിഷണൽ ഹെഡ്സ് ആണ്. അതായത് ഡിവിഷന്റെ ഹെഡ്സ്, പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, പേഴ്സണൽ മാനേജർ, ഇവരൊക്കെയാണ് വരുന്നത്. ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താ വരുന്നത്? ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാൻ ഉണ്ടല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിൽ വരുത്തുക. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യത്തിനുള്ള എംപ്ലോയീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ലാസ്റ്റ് വണ്ണാണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. ഇതിൽ വരുന്നതാണ് ഫോർമൻ, സൂപ്പർവൈസർ, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ, ഇവരൊക്കെ. ഇവരെന്ത് ചെയ്യും? ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യും. വർക്കേഴ്സിന് മിഡിൽ മാനേജ്മെന്റ് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വർക്കേഴ്സിന് കൊടുക്കും. അതുപോലെ വർക്കേഴ്സിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കംപ്ലയിൻസോ സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ മിഡിൽ മാനേജ്മെന്റിലേക്ക് കൊടുക്കും. പിന്നെ വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതെല്ലാമാണ് മിഡിൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എസെൻസ് ഓഫ് മാനേജ്മെന്റ്, ദാറ്റ് ഈസ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? പല വ്യക്തികളുടെ എഫേർട്സിനെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നു അല്ലേ? അതേപോലെ തന്നെ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉറപ്പ് വരുത്തുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒഴിച്ചുവിടാൻ പറ്റില്ല. എല്ലാ ഓർഗനൈസേഷനിലും ആവശ്യമുണ്ട്, പെർവാസീവ് ആണ്. മാത്രമല്ല ഇതുണ്ടെന്ന് ഉറപ്പ് വരുത്തൽ മാനേജേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇനി ഇമ്പോർട്ടൻസും പ്രധാനപ്പെട്ടതാണ്. ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഗ്രോത്ത് ഇൻ സൈസ്, ഓർഗനൈസേഷൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ള ആളുകളുടെ എണ്ണം കൂടും അല്ലേ? അപ്പം എന്ത് വേണം? കോർഡിനേഷൻ വേണം. അത്ര ഇത് വെച്ചാൽ മതി. ഇതേ രണ്ടാമത്തേത് ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ. പല ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് ഓർഗനൈസേഷനിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ എന്ത് ചെയ്തേക്കുക? പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിനെ ഒന്നിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കോർഡിനേഷൻ വേണം. അത്ര എഴുതി വെച്ചാൽ മതി. പോയിന്റ് പഠിക്കുക, എക്സ്പ്ലനേഷൻ തന്നെ എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. ദെൻ സ്പെഷ്യലൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവില്ലേ? ഇവർ തമ്മിൽ അടിയുണ്ടാക്കാതെ ഇവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകണ്ടേ? അതിനെന്താവശ്യമുണ്ട്? കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഇത്ര ഉള്ളൂ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. സോ സിമ്പിളാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒന്നും നോക്കിയില്ലെങ്കിലും ഇതെങ്കിലും നോക്കിയിട്ട് പോകുക. ഈ ഒരു ക്യാപ്സ്യൂൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതാണ് നമ്മളെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.